അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ റൂണി അവിടെ വെയിലും കൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് നമ്മുടെ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു ഓർമ്മ വന്നിട്ടുണ്ടായത്. അത് ഓർമ്മ വരാൻ വേറൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അറൗണ്ട് ഒരു 40+ വെറൈറ്റീസ് ഈ കലാത്തിയ പ്ലാന്റ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഇലച്ചെടികൾ പൊതുവെ അങ്ങ് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ എന്തോ എനിക്കങ്ങ് മേടിക്കാൻ തോന്നി. ആ ഒരു നേഴ്സറിയിൽ വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ചെറിയൊരു തണ്ടിൽ ആ ഒരു ഇല നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തെ നമ്മുടെ ഒരു സാധനം കാണാതെ പോയിട്ടുണ്ട്. വിലപ്പെട്ട ഒരു സംഭവം കാണാതെ പോയി. അതുണ്ടെങ്കിലാണ് എനിക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എവിടെ പോയി? വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ കത്രിയാണ്. കിട്ടി ഇവിടെ ഉണ്ടായിരുന്ന ആള്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് തന്നെയാണ് കലാത്തിയ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ എയർ പ്യൂരിഫൈ ചെയ്യാനും ഈ ഒരു പ്ലാന്റിനെ കൊണ്ട് കഴിയുന്നതാണ്. പിന്നെ അതുപോലെ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല വേറെ 2 ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഹ്യൂമിഡിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു പ്ലാന്റ് കൊണ്ട് പറ്റും. നമ്മുടെ ചുറ്റുപാടുള്ള പല ചെടികൾക്കും പല പല ഉപയോഗങ്ങളാണ് കേട്ടോ. പക്ഷേ നമുക്കത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചെടികൾ നട്ടുവയ്ക്കാത്തത്. ഞാൻ ഈ ചെടികളൊക്കെ നട്ടുവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഓരോ പ്ലാന്റ് വെച്ച് നട്ടുവയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റേതായിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന രീതിയിൽ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഗിഫ്റ്റ് ഒരുപാട് മേടിച്ചു കൊടുക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മേടിച്ചു കൊടുത്ത് നടിയിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പ്രകൃതിയായിട്ട് കുറച്ചെങ്കിലും ഒരു ടച്ച് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കൃഷി എന്നൊരു ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ പ്രകൃതി നല്ല സേഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ. സോ എല്ലാവരും പറ്റും നല്ല പ്ലാന്റ്സ് ഒക്കെ നടാൻ ഓർക്കണം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.